ഒരുവനെ കിട്ടിയത് തൻ്റെ പുണ്യമാണ്. ഒരിക്കലും ഒന്നിനും പകരമാവാൻ കഴിയില്ല എന്നവൾക്ക് ഉറപ്പുള്ള ഒന്നായിരുന്നു ഹരിയുടെ പ്രണയം. നെഞ്ചിൽ അവനോടുള്ള പ്രണയം തിളച്ചു മറയുന്നത് ഗൗരി അറിഞ്ഞു. കൈകൾ അവനിൽ മുറുക്കിക്കൊണ്ട് തന്നെ കഴിവതും അവനിലേക്ക് പറ്റി അവൾ. ഈ നിമിഷം അവസാനിക്കാതെ പോയിരുന്നുവെങ്കിൽ. നാളെ ഒരുമിച്ച് പോയാൽ പോരെ ഹരി? ഒറ്റപ്പൊക്കി തന്നെ സെറ്റാക്കി വരാം. വീണ്ടും വീണ്ടും എന്തിനാ പോകാൻ ഇടവരുത്തുന്നത്? ബൈക്കിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പുകച്ചു വിടുന്ന ഹരിയെ നോക്കി ബിബി തിരക്കി. 10 മണിക്കല്ല ബാങ്ക്, അപ്പോഴേക്കും പോകാം. നാളെ കാശ് റെഡിയായ പിന്നെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ നോക്കണം. അതൊക്കെ അച്ഛൻ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് നമുക്കൊന്ന് ടൗണിൽ പോയി എല്ലാം നോക്കി വരാം. നാളെ എന്തായാലും ഒപ്പിടാൻ പറ്റില്ല. മറ്റന്നാളോ ഇല്ലെങ്കിൽ അതും കഴിഞ്ഞ് 2 ദിവസത്തെ കാര്യങ്ങൾ സെറ്റാവും, അജയ് പറഞ്ഞു. ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം എനിക്കൊരാളെ കാണാൻ. ഇത്ര ദിവസം ഒതുക്കി വെച്ചാൽ നമ്മുടെ തെമ്മാടിത്തരം പുറത്തെടുക്കേണ്ടി വരും അജയ്. അയാളെ ഒന്ന് ശരിക്കും പരിചയപ്പെടണം, പണ്ടത്തേക്കാൾ വിശദമായിട്ട് തന്നെ. ത്തോടെ ഒരു പഫ് എടുത്തുകൊണ്ട് ഹരി പറയെ ആരെയാവുമെന്ന് മൂന്നാൾക്കും മനസ്സിലായിരുന്നു. പിന്നെയും ഓരോന്ന് സംസാരിച്ച് ഹരി വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ സമയം 10 കഴിഞ്ഞിരുന്നു. മുറ്റത്തേക്ക് ബൈക്ക് കയറ്റുമ്പോൾ തന്നെ ഒരുവൾ ഓടി വന്ന് വാതിൽ തുറക്കുന്നത് കാണെ അതുവരെയുണ്ടായ ടെൻഷനും ദേഷ്യവും മാറി അവൻ്റെ മുഖത്ത് ഒരിളം ചിരി വിരിഞ്ഞു. നെഞ്ചിടിപ്പ് ആർദ്രമായി. ചെരുപ്പഴിച്ച് തിണ്ണയിലേക്ക് കയറിയതും ചിരിക്കുന്ന പെണ്ണിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ആ കവളിൽ ഒന്ന് അമർത്തി മുത്തി ഹരി. ഒരു നിമിഷം കൊണ്ട് നടന്ന സംഭവത്തിൽ ആകെ പകച്ചുപോയി ഗൗരി. കവളിൽ അവൻ്റെ ചുണ്ടിൻ്റെ തണുപ്പ്. ആകെ വിറച്ചുപോയി അവൾ. കയറിപ്പോരു പെണ്ണെ, ആരും കണ്ടിട്ടില്ല. ഇനിയും നിന്നാ വീണ്ടും തരിഞ്ഞ്. അവളുടെ കമ്മലിലൊന്ന് തട്ടി അവൻ അകത്തേക്ക് കയറിയിട്ടും അവൾ അനങ്ങാൻ കഴിയാതെ നിന്നുപോയി. നെഞ്ചിടിപ്പ് ഒന്ന് ശാന്തമായി. നെറ്റിയിലെ വിയർപ്പ് തുടച്ച് ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു വിട്ടുകൊണ്ട് ഗൗരി ഒന്നും അറിയാത്തതുപോലെ അകത്തേക്ക് കയറി. ഹാളിൽ അമ്മയുടെയും മകൻ്റെയും സംസാരം നടക്കുന്നുണ്ട്. അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ കള്ളനോട്ടം വരുന്നതറിഞ്ഞെങ്കിലും അത് കാണാത്തതുപോലെ വേഗം തന്നെ നടന്നവൾ. അവളുടെ ചുണ്ടിലും പുഞ്ചിരി മാത്രമായിരുന്നു, പ്രണയത്തിൻ്റെ പുഞ്ചിരി. ഇഞ്ഞു മുറിയിലേക്ക് നടക്കുന്നവൻ്റെ ചുണ്ടിലും അതേ പുഞ്ചിരി. അലാറമടിക്കുന്ന ശബ്ദം മുറിയിലാകെ മുഴങ്ങിയതും ഗൗരി മെല്ലെ കണ്ണുകൾ ചിമ്മി തുറന്നു. അല്ലെങ്കിൽ എപ്പോഴും 6 മണിയാകുമ്പോൾ ഉറക്കം മുറിയുന്നവൾക്ക് ഇന്ന് ശാന്തമായി ഉറങ്ങാൻ കഴിഞ്ഞതിൽ ചെറിയ അതിശയം തോന്നി. മെല്ലെ എഴുന്നേൽക്കാൻ നോക്കിയതും ആ കൈകൾ വീണ്ടും അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിയിരുന്നു. ഗൗരി ഞെട്ടലോടെ കണ്ണുകൾ ചെരിച്ചു നോക്കി. അപ്പോഴാണ് ഹരിയുടെ നെഞ്ചിൽ അവൻ ചേർത്ത് പിടിച്ചാണ് തൻ്റെ ഉറക്കമെന്ന് അവൾക്ക് ബോധ്യമായത്. ശരീരത്തിലൂടെ എന്തോ ഒന്ന് ഹൃദയത്തിലേക്ക് പാഞ്ഞു കയറിയത് ഗൗരി അറിഞ്ഞു. നെഞ്ചിടിപ്പ് വല്ലാതെ കൂടിപ്പോയി ആ നിമിഷം. വയറിലൂടെ ചുറ്റി നെഞ്ചിലേക്ക് ചേർത്ത് കമിഴ്ന്ന് കിടക്കുകയാണ് ഹരി. ചെറുതായി ചെരിഞ്ഞ് അവൻ്റെ നഗ്നമായ നെഞ്ചിൽ ഗൗരിയുടെ കവിൾ അമർന്നിരുന്നു. ഒരു നിമിഷം വല്ലാത്ത പരവേശവും സന്തോഷവും തോന്നി അവൾക്ക്. ഇങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ ഈ ലോകം ഈ മുറിക്കുള്ളിൽ ചുരുങ്ങിയതുപോലെ ആരെയും ഓർക്കാതെ അവനിൽ മാത്രം പതുങ്ങിപ്പോകുന്നു ഹൃദയം. എന്തു ഭാഗ്യമാണ് ദേവി ഞാൻ ചെയ്തത്, ഇങ്ങനെയൊരുവിൻ്റെ പ്രണയത്തിൽ മുങ്ങിപ്പോകാൻ. ശ്വാസം മുട്ടിപ്പിടയുമ്പോഴും അവൻ്റെ പ്രണയം വല്ലാതെ ആഴ്ന്നു പോകുന്നു ഹൃദയത്തിൽ. ആ നിമിഷം ഹൃദയം കവിഞ്ഞ് ഒഴുകുമ്പോലൊരു പിടച്ചിൽ അവളിൽ അനുഭവപ്പെട്ടു. ആലോചിക്കാതെ മെല്ലെ മുഖമുയർത്തി അവൻ്റെ കവിളിൽ ചുണ്ടുകൾ പതിപ്പിച്ചു ഗൗരി. തൻ്റെ പ്രണയമായവനായി പകുത്തു നൽകുന്ന ആദ്യ ചുംബനം. അവളിൽ നാണത്തിൻ്റെ കുമിളകൾ ഉയർന്നു വന്നു. ചുണ്ടു മെല്ലെ അടർത്തി ഇളം ചിരിയോടെ അവൻ്റെ മുഖമെമ്പാടും കണ്ണുകൾ പായിക്കുമ്പോഴാണ് ആ ചുണ്ടിലെ നനുത്ത ചിരി ഗൗരിയുടെ കണ്ണിൽപ്പെട്ടത്. ആകെ വിറച്ചുപോയി അവൾ. ഹരിയുടെ ചുണ്ടിലെ ചിരിക്കും ഭംഗി കൂടി. കള്ളിയ ഗൗരിപ്പെണ്ണ്. മന്ത്രണം പോലെയുള്ള അവൻ്റെ സ്വരത്തിൽ ഗൗരിയുടെ കണ്ണുകൾ പിടഞ്ഞു. ഹരി മെല്ലെ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. ചുവന്നു കയറുന്ന അവളുടെ കവളുകൾ കാണെ ഹരിയുടെ കൈകൾ അവളുടെ വയറിൽ മുറുകി. ഉറങ്ങിക്കിടക്കുമ്പോൾ ഇങ്ങനെ സ്നേഹിച്ച ആരറിയാനാ കൊച്ചേ? ദേ ഇങ്ങനെ ഉണർന്ന് കിടക്കുമ്പോൾ തരണ്ടേ തരാനുള്ളതൊക്കെ? മുഖം അവളുടെ കാതിലേക്ക് പൂഴ്ത്തി അവൻ പറയെ ഗൗരി വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു. ഹരി മെല്ലെ അവളുടെ ചെവിക്ക് പുറകിൽ ഒന്ന് ചുണ്ടിഴച്ചതും കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു ഗൗരി. അടിവയറ്റിൽ മഞ്ഞുമഴ പെയ്തുപോലെ തോന്നിയവൾക്ക്. അവ ഹൃദയത്തെ തണുപ്പിക്കുന്നു. മെല്ലെ ചുണ്ടുകൾ കഴുത്തിലേക്കിഴച്ച് അവിടെയൊന്ന് മുത്തമിട്ടു ഹരി. ഒപ്പം കൈ മെല്ലെ ഇടുപ്പിലമർത്തി. ഹരിയേട്ടാ ഏങ്ങലോടെ വലത്തെ കൈ അവൻ്റെ തോളിൽ മുറുക്കെ പിടിച്ച് കളഞ്ഞവൾ. ആ ഒരു നിമിഷം ഹരിയുടെ നെഞ്ചിടിപ്പ് വല്ലാതെ ഉയർന്നു പോയി. അവളുടെ ചെറു ശബ്ദം പോലും അവൻ്റെ ഉള്ളിൽ വല്ലാത്ത പിടച്ചിൽ സൃഷ്ടിച്ചു. എനിക്ക് കടിച്ച് തിന്നാൻ തോന്നു പെണ്ണെ, അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി മെല്ലെ അവിടെ നാവുകൊണ്ട് തൊട്ടവൻ പറഞ്ഞു.
കണ്ണു തുറന്നു നോക്കാൻ പോലും കഴിയാതെ തളർന്നിരുന്നു അവൾ. തൊണ്ടയിൽ ഉമ്മിനീർ വറ്റി വരണ്ടതുപോലെ തോളിലൂടെ ഇഴച്ച് കൈ അവൻ്റെ മുടിയിൽ മുറുകെ പിടിച്ചു. അവിടെയൊന്ന് അമർത്തിമുത്തി മെല്ലെ തലയുയർത്തി നോക്കിയതും വിയർപ്പ് പൊടിഞ്ഞ മുഖത്തോടെ കിടക്കുന്നവളെ കാണെ അതിയായ പ്രണയം തോന്നി ഹരിക്ക്. അതേ ചിരിയോടെ അവളുടെ നെറ്റിയിലൊന്ന് മുത്തി അകന്നവൻ. ഇനിയും കിടന്നാ ചിലപ്പോൾ കൈവിട്ടു പോവും. അത്രയ്ക്കും കൺട്രോളാണ് എനിക്ക്, അതുകൊണ്ട് ഞാൻ തന്നെ പോയേക്കാം. പറയുന്നതിനൊപ്പം അവളെ നോക്കാതെ ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറിയിരുന്നു ഹരി. വീണ്ടും അവളെ ഒന്ന് നോക്കിയാൽ പിടികിട്ടില്ല എന്നവന് ഉറപ്പായിരുന്നു. അത്രയ്ക്കും അടിമപ്പെട്ടു പോയിരുന്നു ഹരി അവളിൽ. അവൻ പോയിട്ടും ആ ആലസ്യം അവളിൽ നിന്ന് അകന്നതേയില്ല. വീണ്ടും കുറച്ചു സമയം ഹൃദയമൊന്ന് ശാന്തമാക്കാൻ വേണ്ടി മുഖമമർത്തി തുടച്ചെഴുന്നേൽക്കുമ്പോൾ നാണത്താൽ അവളുടെ ചുണ്ടുകൾ വിരിഞ്ഞു തന്നെ നിന്നിരുന്നു. ഭക്ഷണം കഴിച്ച് ഹരി ബാങ്കിലേക്ക് ഇറങ്ങിയതും സുജാതയുടെ കൂടെ അടുക്കളയിൽ കൂടി ഗൗരി. പാത്രമൊക്കെ കഴുകി ഒതുക്കി വെച്ച് സ്ലാവ് വൃത്തിയാക്കി അകമടിക്കാൻ ചൂലും കൊണ്ട് ഗൗരി അകത്തേക്ക് നടക്കുമ്പോൾ പുറത്തെ പണികൾ ഒതുക്കാൻ സുജാത ഇറങ്ങി. ഹരിയുടെ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ അലക്കാനായി ബക്കറ്റിലിട്ട് പുറത്തു വെച്ച് മുറി ഒന്ന് ഒതുക്കി വെച്ചു. അവൻ്റെയും അവളുടെയും ഡ്രസ്സ് മടക്കി വൃത്തിയാക്കി വെച്ചു. ആകെ വാരി വലിച്ചിരിപ്പായിരുന്നു ഹരിയുടെ ഡ്രസ്സ് മുഴുവൻ. കൂടെ ടേബിളും അടുക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ മാറി വിരിച്ച് ഒതുക്കി. അകം വൃത്തിയായതും അവൻ്റെയും അവളുടെയും ഡ്രസ്സ് അലക്കിയിട്ടു. ഒന്നിനും മടുപ്പ് തോന്നിയില്ല ഗൗരിക്ക്. വീട്ടിൽ ചെയ്ത് ശീലമുണ്ടെങ്കിലും ഇപ്പോൾ ഹരിക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും മനസ്സിൽ മുഴുവൻ സന്തോഷമാണ്. എന്തു ചെയ്തിട്ടും മതി വരാത്തതുപോലെ. ഉച്ചഭക്ഷണം കഴിക്കാനൊന്നും ഹരി വന്നില്ല. അവനോടൊന്ന് വിളിച്ച് തിരക്കാൻ ആഗ്രഹിച്ചു പോയെങ്കിലും സ്വന്തമായി ഫോണില്ലാത്തതിൻ്റെ കുറവിൽ അവൾ ആഗ്രഹം ഉപേക്ഷിച്ചു. അമ്മയോട് ചോദിക്കാമെന്ന് കരുതിയവൾ പിന്നെ എന്തോ ചമ്മലോടെ അതും വേണ്ടെന്ന് വെച്ചു. 3 മണി കഴിയുമ്പോൾ ബിബിയുടെ അമ്മച്ചിയും മുസ്തുവിൻ്റെ ഉമ്മയും വന്നിരുന്നു. അവരോട് സംസാരിച്ചിരുന്ന് പിന്നെ സമയം പോയതറിഞ്ഞില്ല. ബാങ്കിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. നല്ല തിരക്കായിരുന്നു ബാങ്കിൽ. കൂടെ ലോണിൻ്റെ കാര്യത്തിൽ ചെറിയ സംസാരവും നടന്നു. ഒടുവിൽ മാനേജറോട് സംസാരിച്ചിട്ടാണ് എല്ലാം ശരിയാക്കിയെടുത്തത്. ടൗണിൽ തന്നെ ഊണും കഴിച്ച് വാങ്ങാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. അവിടെ സംസാരിച്ച് സമയം പോകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളും പെണ്ണ് കഴിച്ചു കാണുമോ എന്ന കാര്യവും ഹരിയുടെ ചിന്തയിൽ കടന്നുപോയിരുന്നു. പക്ഷേ ഒന്ന് വിളിച്ചു ചോദിക്കാൻ മാത്രം സമയം കിട്ടിയില്ല എന്ന് വേണം പറയാൻ. രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് റെഡിയാക്കി അജയും ബിബിയും രജിസ്റ്റർ ഓഫീസിലേക്ക് പോയതും മുസ്തുവും ഹരിയും കൂടി മുസ്തുവിൻ്റെ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞിറങ്ങി. അവൻ്റെ ഏതോ കുടുംബ വീട്ടിലേക്കാണ് അവർ പോയത്. കാര്യം പണത്തിൻ്റെ ആവശ്യം തന്നെയായിരുന്നു. േക്ക് കയറിയതും ഹരി ഫോണും എടുത്ത് റോഡിലേക്ക് ഇറങ്ങി നിന്നു. റോഡിൻ്റെ അരികിലായി വലിയ ഒരു ആൽമരമുണ്ട്. അതിൻ്റെ അടിയിൽ ഇരിക്കാനായി പടികളൊക്കെ വെച്ച് കെട്ടിയിരിക്കുന്നു. അവിടേക്കിരുന്നവൻ ഫോൺ ഡയൽ ചെയ്തു. കുളിച്ച് മുടി തുടയ്ക്കുന്നവൾ ഹാളിലെ ലാൻഡ് ഫോണിൻ്റെ ബെല്ലടിക്കുന്നത് കേട്ടതും ആദ്യമൊന്ന് ഞെട്ടി. എങ്കിലും വേഗം തന്നെ ദാവണി ഷാൾ ചുറ്റി ഹാളിലേക്ക് ഇറങ്ങി. സുജാത അപ്പോഴും ഉമ്മറത്തിരുന്ന് അവരോട് സംസാരം തന്നെയാണ്. അതിനിടയിൽ കുളിക്കാനായി പോവുകയായിരുന്നു ഗൗരി. ഹരിയായിരിക്കും മോളെ, എടുക്ക്. ഹാളിൽ ഗൗരിയെ കണ്ടതും സുജാത വിളിച്ചു പറഞ്ഞു. മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെക്കുമ്പോൾ നെഞ്ചിടിപ്പ് ഉയർന്നു വരുന്നത് ഗൗരിക്ക് മനസ്സിലായി. ഒരു പെണ്ണെ, അത്യധികം പ്രണയം നിറഞ്ഞ അവൻ്റെ മന്ത്രണം. ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു. ഞാൻ എടുത്തെന്ന് എങ്ങനെ മനസ്സിലായി? ആകാംക്ഷയിൽ ചോദിച്ചവൾ. നീയല്ലാതെ വേറെ ആരും ഇപ്പം അവിടെ എൻ്റെ കോൾ എടുക്കില്ലെന്ന് എനിക്കറിയാൻ മേലെ. ഇളം ചിരിയോടെ അവൻ പറയുമ്പോൾ ഗൗരിയുടെ മുഖത്ത് ചിരി വിരിഞ്ഞു. എൻ്റെ പെണ്ണ്, നേരത്തെ ഹരിയേട്ടൻ എന്താ കഴിക്കാൻ വരാഞ്ഞത്? പരിഭവത്തോടെ ചോദിക്കുന്നവളെ കേൾക്കെ അവൻ്റെ ചിരിക്കു ഭംഗി കൂടി. കാത്തിരുന്നിരുന്നോ എനിക്ക് വേണ്ടി? കള്ളച്ചിരിയോടെ ഹരി ചോദിക്കെ ഗൗരി മെല്ലെ മൂളി. ഒട്ടും സമയം കിട്ടിയില്ല കുഞ്ഞി, ഫുള്ള് തിരക്കാ. അതിനിടയിൽ ഒന്ന് കഴിച്ചെന്ന് വരുത്തി, അതാ വിളിക്കാനോ വരാനോ പറ്റാഞ്ഞത്. വൈകുമോ വരാൻ? കുറച്ച്. 8 മണിയാകുമ്പോൾ ഒരുങ്ങി നിൽക്കട്ടോ. അജയുടെ വീട്ടിലേക്ക് പോകാനുള്ളതാ. അമ്മയോടും ഹീതുവിനോടും പറഞ്ഞേക്ക്, ഞാൻ കാറുമായി വരാം. പറയുന്നതിനൊപ്പം മുന്നിൽ വരുന്ന മുസ്തുവിനെ കണ്ടിരുന്നു ഹരി. പോകാം, വീണ്ടും ബാഗിലേക്ക് പോകണം. മുസ്തു എന്തോ പോക്കറ്റിലിട്ടുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് വന്നു. ഞാൻ വെക്കുക ഗൗരി, കഴിവതും വേഗം വരാട്ടോ. ഒരുങ്ങി നിൽക്ക്. അപ്പോൾ ശരി. ഗൗരി ഒന്ന് മൂളിയതും ഹരി ഫോൺ കട്ടാക്കി പോക്കറ്റിലിട്ടു. ചെക്കാണോ ഏൽപ്പിച്ചത്? ഇപ്പം തന്നെ എടുത്തേക്കാം പൈസ, വെറുതെ വെച്ച് താമസിപ്പിക്കണ്ട, മുസ്തു പറയുമ്പോൾ ഹരി ബൈക്കിലേക്ക് കയറിയിരുന്നു. ഹരി വിളിച്ച് സംസാരിച്ചതിൻ്റെ സന്തോഷം ഗൗരിയിൽ നിറഞ്ഞിരുന്നു. അവൻ നല്ല തിരക്കിലാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു നിമിഷം അവൾക്ക് പാവം തോന്നി. രാവിലെ എഴുന്നേറ്റ് പോയതാണ്. കല്യാണം കഴിഞ്ഞതു മുതൽ അവൻ നല്ല ഓട്ടപ്പാച്ചിൽ തന്നെ. ആ കടയുടെ കാര്യം ഒന്നും ശരിയാവാതെ അവൻ്റെ തിരക്ക് കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി.
പറഞ്ഞതുപോലെ തന്നെ 8 മണിയാകുമ്പോൾ ഹരി വന്നിരുന്നു. എല്ലാവരും ഒരുങ്ങി നിന്നതുകൊണ്ട് ഹരി കുളിച്ചു വന്ന് അവർ വേഗം തന്നെ ഇറങ്ങി. അജയുടെ വീട്ടിൽ പോയി കാർ എടുത്തിട്ടാണ് അവൻ വന്നത്. അവിടെ വിരുന്നും കഴിഞ്ഞ് കുറച്ചു നേരം സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ സമയം 11 കഴിഞ്ഞിരുന്നു. വേഗം ഫ്രഷായി വാ പെണ്ണെ, കിടക്കണം, നല്ല ക്ഷീണം, രാവിലെ മുതൽ പാച്ചിലല്ലേ, ഒന്ന് നടു നിവർത്താൻ സമയം കിട്ടിയിട്ടില്ല. ഡ്രസ്സ് മാറ്റി കൈലിമുണ്ടെടുത്ത് ബെഡിലേക്ക് ഇരുന്നവൻ പറഞ്ഞതും ഗൗരി വേഗം തന്നെ ഫ്രഷായി വന്നു. അവൻ്റെ മുഖത്തും നല്ല ക്ഷീണമുണ്ടായിരുന്നു. തോർത്ത് ഹാങ്ങറിൽ തൂക്കിയിട്ടുകൊണ്ട് തിരിഞ്ഞവളെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് ഇട്ടിരുന്നു ഹരി. ഒരു നിമിഷം പകച്ചു പോയവൾ അവനെ ഇറുക്ക പുണർന്നിരുന്നു. അവനൊരു ചിരിയോടെ കൈയെത്തിച്ച് ലൈറ്റ് ഓഫാക്കി അവളുടെ മാറിൽ തല ചായച്ചു കിടന്നിരുന്നു. ഹരിയേട്ടാ. അവൻ്റെ പ്രവൃത്തിയിൽ ഗൗരി ഒന്ന് പിടഞ്ഞു പൊങ്ങി. അടങ്ങി കിടക്ക് പെണ്ണേ, ഞാൻ ഒന്ന് സുഖമായിട്ട് ഉറങ്ങട്ടെ. ക്ഷീണം നിറഞ്ഞ അവൻ്റെ സ്വരം. ഗൗരിയുടെ മുഖം വാടി. അവൻ ഒട്ടും വയ്യെന്ന് അവൾക്ക് മനസ്സിലായി. മെല്ലെ ഹരിയുടെ മുടിയിലൂടെ കൈ പായിക്കുമ്പോൾ അവൾ നൽകുന്ന സുഖത്തിൽ അവൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു വന്നു. ഇങ്ങനെ പിശുക്ക് കാണിക്കാതെ നിറച്ചു ഒഴിക്കടാ. മുണ്ടു മടക്കി കുത്തി അവരുടെ അടുക്കിൽ ഇരിക്കുന്നതിനൊപ്പം അജയ് പറഞ്ഞതും ബിബി നോക്കിയത് ഹരിയുടെ മുഖത്തേക്കാണ്. വന്നപ്പം മുതൽ കുപ്പിയും നോക്കി ഇരിക്കാൻ തുടങ്ങിയതാ ചക്കൻ. കഴിക്കണോ വേണ്ടയോ എന്ന സംശയത്തോടെ. ഇവനിത് എന്തു പറ്റി? അല്ലെങ്കിൽ കുപ്പി കണ്ട ചാടി വീഴുന്നവനായിരുന്നല്ലോ, ഇപ്പോഴെന്താ മാറിയിരിക്കുന്നത്? അടിക്കണമെന്ന് സംശയത്തില. വീട്ടിൽ പെണ്ണൊക്കെ ഉള്ളതല്ലേ, അപ്പം രണ്ടുവട്ടം ആലോചിക്കുന്നത് നല്ലതാ. മുസ്തു പറയുന്നതിനൊപ്പം കയ്യിലുള്ള കോളയൊന്ന് സിപ്പ് ചെയ്തു. അജയ്ക്ക് ചിരി വന്നുപോയി അവൻ്റെ അവസ്ഥ കണ്ട്. എടാ, ഇന്ന് അടിച്ചില്ലേ പിന്നെ എപ്പോഴാണ് അടിക്കുക? അവളൊന്നും പറയില്ല. അല്ലെങ്കിൽ തന്നെ നീ കുടിക്കുന്ന കാര്യം അറിയാതെയല്ലോ അവൾ നിൻ്റെ കൂടെ പുറക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഗ്ലാസ് എടുത്ത് അവന് നീട്ടിക്കൊണ്ട് അജയ് പറഞ്ഞു. ഹരി ബിബിയെയും അജയിനെയും ഒന്ന് നോക്കി. കൊച്ചിന് ഇഷ്ടമാവില്ല അജയ്. കുടിക്കുമെന്നറിയാമെങ്കിലും ഇന്നുവരെ കുടിച്ച് ഞാൻ വീട്ടിലേക്ക് കയറിയിട്ടില്ലല്ലോ. പെട്ടെന്ന് കാണുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. പിന്നെ അമ്മ അറിഞ്ഞ ഉറപ്പായും മടലെടുക്കും, അത് സംശയമില്ല. നിരാശയോടെ ഹരി പറഞ്ഞു. അവന് കുടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കൈത്തുമ്പ് വരെ ആ ആഗ്രഹം അങ്ങ് വന്ന് കിടപ്പുണ്ട്. പക്ഷേ എന്തോ തടയുന്നത് പോലെ. പൊന്ന് ഹരി, ഇന്നത്തെ വിശേഷം വെച്ച് ഒരു 2 കുപ്പിയിൽ ഒതുങ്ങേണ്ടതല്ല നമ്മുടെ സന്തോഷം. ചെയ്യുന്നതേ ഉള്ളൂ. ദേ, നീ ഇതെടുത്ത് കഴിക്കാൻ നോക്കും. ഓവറാവാൻ നിൽക്കണ്ട, 2 ഗ്ലാസ് മതി. മിച്ചറ് വാരിക്കൊണ്ട് നിർബന്ധിക്കുന്നവനെ നോക്കി വേറെയൊന്നും പറയാൻ നിന്നില്ല ഹരി. അവനായി മാറ്റിവെച്ച ഗ്ലാസ് എടുത്ത് കുടിച്ചു. സംഭവം 2 ആഴ്ചയായുള്ള അവരുടെ ഓട്ടത്തിന് ഇന്നാണ് അവസാനമുണ്ടായത്. പറഞ്ഞ പണം നേരിലേൽപ്പിച്ച് എഗ്രിമെൻ്റ് ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്തു ഇന്ന് വൈകിട്ട്. ഇന്നു മുതൽ 4 ആളും വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമകളാണ്. ആ സന്തോഷത്തിൽ ഒത്തുകൂടിയതാണ് 4 ആളും. മെല്ലെ ബിബിയും അജയും ഓഫായി നിലത്തേക്ക് വീണു. അജയ് ബോധം മറഞ്ഞു പോകുന്നതാണെങ്കിൽ ബിബി എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നതും ചിരിക്കുന്നതുമാണ് അവരുടെ സ്ഥിരം ഏർപ്പാട്. ഹരിയും ചെറുതായി ഫിറ്റായിരുന്നു, എന്നാൽ അത്രയ്ക്ക് ഇല്ല താനും. മുസ്തു അവർക്കൊരു കമ്പനി കൊടുക്കുമെങ്കിലും കുടിക്കാറില്ല. പകരം പെപ്സിയോ കോളയോ അകത്താക്കും. മതി ഹരി, ഇപ്പോഴേ സമയം വൈകി, നീ പോകാൻ നോക്ക്. ഞാൻ 2 ക്ലബിലായിക്കോളാം. മിച്ചർ ഓരോന്ന് എടുത്ത് കഴിക്കുന്നവനോട് മുസ്തു പറയെ ഹരി മെല്ലെ എഴുന്നേറ്റു. അവൻ്റെ കാല് വേച്ചു പോകുന്നുണ്ടായിരുന്നു. എന്നെ കണ്ട ഫിറ്റാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ഞാൻ പെർഫെക്റ്റ് അല്ലേ? നാക്ക് കുഴഞ്ഞുകൊണ്ട് മുണ്ടു മുറുക്കിയെടുത്ത് ഹരി നേരെ നിന്നതും മുസ്തു തലയിൽ കൈവച്ചു പോയി. ഇല്ല, നീ പെർഫെക്റ്റാ, ഒന്ന് പോകാൻ നോക്ക്. സമയം 11 കഴിഞ്ഞു. അയ്യോ, അത്രയായോ? എൻ്റെ കുഞ്ഞി പാവം, എന്നെ കാത്തിരിപ്പാവും. പോട്ടെടാ, ജീവനുണ്ടെങ്കിൽ നാളെ കാണാം. ഹരി ബൈക്കിലേക്ക് കയറി. രാവിലെ എണ്ണീറ്റ് വരാൻ മറക്കരുത്. 9 മണി, അപ്പോഴേക്ക് സുന്ദരക്കുട്ടപ്പനായി എത്തിയേക്കണം. ഓ ആയിക്കോട്ടെ. ഹരി ബൈക്ക് മുന്നോട്ടെടുത്തു. ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി. ഹാളിലെ സോഫയിലിരിപ്പാണ് ഗൗരി. സമയം 11:15 കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഹരി വന്നിട്ടില്ല. താൻ വന്നതിൽ പിന്നെ ആദ്യമായിട്ടാവും ഇത്രയും വൈകുന്നത്. അല്ലെങ്കിൽ 9, ഏറിയ 10. അതിനുള്ളിൽ വീട്ടിൽ കയറുന്ന ആളാണ്. അവളുടെ മുഖം കൂർത്തു വന്നു. അവിടെ പരിഭവം നിറഞ്ഞു. താൻ ഇവിടെ കാത്തിരിപ്പാവുമെന്ന് ഓർമ്മയില്ലേ? മറന്നു തന്നെ. വരട്ടെ, അറിയാം ആൾ കുറച്ച് ബിസിയിലാണെന്ന്. കാര്യങ്ങളൊന്നും ശരിയാവാതെ വിശ്രമിക്കാൻ പറ്റില്ലെന്ന്. എല്ലാം തങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഒറ്റയ്ക്കാവുമ്പോൾ എന്തോ ശൂന്യത പോലെ. അല്ലെങ്കിൽ ഈ സമയം കൊച്ചേ പെണ്ണെ എന്നും പറഞ്ഞു ഓരോന്ന് പറഞ്ഞു ഉറങ്ങാതിരിക്കുന്ന ആളാ. എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ചിൽ അവനോടുള്ള പ്രണയം നുരഞ്ഞു പൊന്തി. വല്ലാത്തൊരിഷ്ടം അവനോട് തോന്നിപ്പോകുന്നു. നെഞ്ചിൽ അടക്കി പിടിക്കാനാകാത്ത അത്രയും ഇഷ്ടം. പക്ഷേ പ്രകടമാക്കാനാവുന്നില്ല. എന്തോ പോലെ. ഓരോന്നോർത്തിരിക്കുമ്പോഴാണ് ജനലിലൂടെ വെളിച്ചം കണ്ടത്. ഒരു നിമിഷം കൊണ്ട് ചാടി എഴുന്നേറ്റ് വാതിൽ തുറന്നിരുന്നു.
തിനു മുന്നേ വാതിൽ തുറന്നിറങ്ങിയവളെ കാണെ ഹരിയുടെ കണ്ണുകൾ വല്ലാതെ വിടർന്നുപോയി. ഇത്രയും നേരം തന്നെയും കാത്ത് അവൾ ഇരുന്നുവെന്ന് ഓർക്കുമ്പോൾ സന്തോഷം കൊണ്ട് നെഞ്ചിടിപ്പ് ഉയർന്നു വന്നു. ചാവിയൂരി കാലിടരാതെ മുണ്ടുമൊതുക്കിയവൻ വരാന്തയിലേക്ക് കയറിയതും ഗൗരിയുടെ കൂർത്ത നോട്ടം അവനിലേക്ക് എത്തിയിരുന്നു. അവൾ കണ്ണുകൾ കൊണ്ട് അവനെ ഒഴിയുന്നത് കണ്ടതും അങ്ങേയറ്റം നിഷ്കളങ്കതയോടെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഗൗരിയുടെ കണ്ണുകൾ ചുരുങ്ങി, കവിൾ വീർത്തു വന്നു. ഹരിയേട്ടൻ കുടിച്ചിട്ടുണ്ടോ? ചുണ്ടു കൂർപ്പിച്ചുള്ള ചോദ്യം ഹരിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവിടെ ദയനീയത നിറഞ്ഞു. ഞാൻ ചോദിച്ചത് കേട്ടില്ല ഹരിയേട്ടാ. കൂർത്ത ചോദ്യത്തിൽ അവൻ ആദ്യം ഇല്ലെന്ന് തലയാട്ടുമ്പോൾ ഗൗരി വെട്ടിത്തിരിഞ്ഞൊറ്റ പോക്കായിരുന്നു അകത്തേക്ക്. ഹരി ഒന്ന് പകച്ചു.